അപ്പോൾ നമ്മുടെ ഉലുവയെന്ന് പറയുന്നത് ഈസ്ട്രജൻ റിച്ച് ആയതിനാൽ തലയിലെ താരനെല്ലാം അകറ്റി നമ്മുടെ മുടി വളരാൻ നന്നായിട്ട് സഹായിക്കുന്നു. കൂടാതെ സ്ട്രെസ് കാരണം മുടി പൊഴിച്ചിലുള്ളവർക്കും ഏറെ പ്രയോജനകരമായിട്ടുള്ള പാക്കാണിത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ ഡേ 17 ആണിന്ന്. നമുക്ക് ഡേ 15 ചെയ്യാൻ കഴിഞ്ഞില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ ഹെയർ ഗ്രോത്ത് ചലഞ്ച് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒന്നാണല്ലോ. ഒന്നിടവിട്ട് നമ്മൾ പാക്കുകളെല്ലാം ഇട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് അന്നൊരു മിസ്സാക്കാൻ പറ്റാത്തൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമുക്കത് അന്ന് പാക്കുകളോ ഒന്നും തന്നെ ഇടാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുടിയൊക്കെ നല്ല ഡ്രൈ ആക്കിയിട്ട് അങ്ങനെ ആയിരിക്കുമല്ലോ നമ്മളൊരു ഫംഗ്ഷന് പോവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ 15 ഡേ 15 നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഹെയർ ഗ്രോത്ത് ചലഞ്ച് 30 ഡേയ്സിൽ കംപ്ലീറ്റ് ചെയ്യില്ല. 33-യിലായിരിക്കും നമ്മൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിന്ന് ഞാൻ ആ ഫംഗ്ഷനൊക്കെ പോയിട്ട് വന്നതുകൊണ്ട് തന്നെ മുടി നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിന്ന് നന്നായിട്ടൊന്ന് ഓയിൽ ചെയ്യണം. കൂടാതെ സിമ്പിളായിട്ടുള്ള ഒരു താളി ഇടണം. അത്യാവശ്യം ഡ്രൈ ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഡാൻഡ്രഫൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മുളയിലേ നുള്ളിക്കളയണം. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് ചെറിയൊരു ഉലുവാത്താളി, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉലുവാത്താളിയാണ്. അപ്പോൾ നമുക്ക് ഉലുവാത്താളി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ മുടി നന്നായിട്ട് ഡ്രൈ ആയി കിടക്കുകയാണ്. നമുക്ക് നന്നായിട്ട് ഓയിൽ തേച്ച് മുടി ഒന്ന് നറിഷ് ചെയ്യാം. ഓയിൽ തേക്കാന്ന് പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് ഇന്ന് ഓയിൽ തേക്കുന്നുണ്ട്. കാരണം മുടി നന്നായിട്ട് ഡ്രൈ ആയി കിടക്കുകയാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് മുടിയിൽ നന്നായിട്ട് ഓയിൽ തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നതിനാൽ മുടിയിൽ ഒട്ടും തന്നെ ഓയിലില്ല. മുടി നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെയല്ല, ഞാനിവിടെ കരിഞ്ചീരകത്തിൻ്റെ എണ്ണയാണ് എടുക്കുന്നത്. നിങ്ങൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അത് എടുക്കാവുന്നതാണ്. നമ്മൾ സ്ഥിരമായിട്ട് ഓയിൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ 2-3 ദിവസം തേക്കാതെ ഇരിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ. ഞാനിപ്പോൾ ഈ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മിക്കവാറും ഉള്ള ദിവസങ്ങളിലെല്ലാം ഓയിൽ യൂസ് ചെയ്യാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ മടി കാരണം ഓയിൽ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഓയിൽ സ്കിപ്പ് ചെയ്യാതെ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള മാറ്റം എൻ്റെ മുടിക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് ഓയിൽ തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുക. ജോലിക്ക് പോകുന്നവരാണെങ്കിലും പഠിക്കാൻ പോകുന്നവരാണെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നന്നായിട്ട് ഓയിൽ തേച്ച് കൊടുക്കണം. കാരണം നമ്മുടെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫിൽ നമ്മുടെ മുടിക്ക് നന്നായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഓയിലൊക്കെ തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴാണ്. കൂടാതെ നമ്മുടെ മുടി അധികം ഡ്രൈ ആക്കുന്ന തരത്തിലുള്ള പാക്കുകളൊക്കെ നമ്മൾ ഇടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഓയിൽ തേച്ച് കൊടുക്കണം. എൻ്റെ മുടി അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. സ്കാൽപ്പിലും മുടിയിലും ഒക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഓയിൽ തേക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ച് ഓയിൽ തേച്ചാൽ മതിയാകും. പിന്നെ ഇന്ന് നമ്മൾ നല്ലൊരു താളിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഓയിൽ തേച്ചത് കൊണ്ട് ഒരു കുഴപ്പമില്ല. ഞാൻ മുടിയുടെ സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ നന്നായിട്ട് ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. കാരണം മുടി നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നമ്മൾ ആ ഫംഗ്ഷനൊക്കെ പോയതുകൊണ്ട് തന്നെ ഒരു തുള്ളി പോലും ഓയിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഓയിൽ ആദ്യം തന്നെ തേച്ച് പിടിപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ഓയിൽ സ്കാൽപ്പിൽ മാത്രമല്ല മുടിയിൽ നന്നായിട്ട് ഓയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ആ സമയത്ത് നമുക്ക് എങ്ങനെയാണ് ഉലുവാത്താളി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിന്ന് എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നത് പോലെയല്ല ഉലുവാത്താളി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. മുടി ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്ന നമ്മുടെ ചെമ്പരത്തി പൂവും കൂടി ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. താരം മാറ്റാൻ ഏറ്റവും നല്ലൊരു ഒറ്റമൂലിയാണല്ലോ നമ്മുടെ ചെമ്പരത്തി പൂവ്. അപ്പോൾ ഞാൻ എല്ലാ തവണയും പറയുന്നത് പോലെ തന്നെ വേലി ചെമ്പരത്തി കിട്ടുകയാണെങ്കിൽ അത് തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ അത് അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് ഏത് ചെമ്പരത്തിയാണോ കിട്ടുന്നത് അത് എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ചെമ്പരത്തിപ്പൂ ഒട്ടും അവൈലബിൾ അല്ലാത്ത ഇടങ്ങളിലാണെങ്കിൽ നമുക്ക് ഹിബിസ്കസിൻ്റെ പൗഡറോ ജെല്ലോ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ പ്രധാന ഐറ്റം ഉലുവ തന്നെയാണ്. ഞാനിവിടെ തലേ ദിവസം കുതിർക്കാനിട്ട ഉലുവയാണിത്. ഞാനിത് തലേ ദിവസം തന്നെ നന്നായിട്ട് വെട്ടി തിളപ്പിച്ച ഉലുവയാണ്. അപ്പോൾ അതിൻ്റെ സത്ത് മുഴുവൻ ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ കുതിർത്ത് വെച്ച ഉലുവ ഇട്ട് കൊടുക്കാം. നമുക്ക് എത്രത്തോളം പാക്ക് വേണോ അത്രയും തന്നെ വെള്ളമാണ് നമ്മൾ കുതിർക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആ കുതിർത്ത വെള്ളം മുഴുവൻ തന്നെ ഇതിലേക്ക് ഉപയോഗിക്കണം. ഞാനിവിടെ ഒരുപാട് ഉലുവയൊന്നും എടുത്തിട്ടില്ല. 2 സ്പൂൺ ഉലുവ മാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെമ്പരത്തി പൂ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഉലുവയും ചെമ്പരത്തിപ്പൂവും നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നല്ലൊരു ക്ലോത്ത് ഉപയോഗിച്ച് അരിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ നല്ലൊരു കോട്ടൻ്റെ ക്ലോത്ത് എടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് അരിച്ചെടുക്കാം. അരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും അരിച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ജെല്ലി കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ പാക്ക് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി ലൂസി കൺസിസ്റ്റൻസിയിൽ എടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് തിക്കായിട്ടാണ് എടുത്തിരിക്കുന്നത്. പാക്ക് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഉലുവയും കൂടാതെ നമ്മൾ കുതിർക്കുന്ന വെള്ളവും കൂടി കുറച്ച് കൂടുതൽ എടുക്കണം. അതൊക്കെ മുടിയുടെ ലെങ്ത് അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ
നമ്മുടെ ഉലുവാത്താളി ഞാൻ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഓയിൽ തേച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഹെയർ പാക്ക് ഇട്ട് കൊടുക്കാം. നല്ല ഉലുവയുടെ താളിയാണ്. നമ്മൾ ചെമ്പരത്തിപ്പൂവും ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുടി നന്നായിട്ട് നറിഷ് ചെയ്ത് നിർത്തും. കൂടാതെ ഡാൻഡ്രഫ് ഇപ്പോൾ കയറിയിട്ടുണ്ടെങ്കിൽ തന്നെ ഡാൻഡ്രഫ് പാടെ മാറുന്നതാണ്. അപ്പോൾ നമുക്ക് താളി നന്നായിട്ട് സ്കാൽപ്പിൽ തേച്ച് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ സ്കാൽപ്പിൽ നന്നായിട്ട് നമ്മുടെ താളി എത്തുന്ന കണക്ക് നമ്മൾ നന്നായിട്ട് തേച്ച് കൊടുക്കുക. നമ്മുടെ താളി ഇപ്പോൾ നല്ല ജെല്ലി കൺസിസ്റ്റൻസിയിലാണ്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല ജെല്ല് പോലെ ഇരിക്കുകയാണ്. നമുക്ക് നന്നായിട്ട് സ്കാൽപ്പിൽ മുഴുവനായിട്ട് തേച്ച് കൊടുക്കാം. മുടി കൊഴിയാൻ നമുക്ക് പലതരത്തിലുള്ള കാരണങ്ങളുണ്ടാകും. പക്ഷേ അതിൽ ഏറ്റവും പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഡാൻഡ്രഫ് തന്നെയായിരിക്കും. അപ്പോൾ ഡാൻഡ്രഫ് മാറ്റാൻ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പാക്കാണിത്. ഇപ്പോൾ നമ്മൾ കെമിക്കൽസ് അടങ്ങിയ പലതരത്തിലുള്ള ഷാമ്പു മൂലമോ അല്ലെങ്കിൽ കണ്ടീഷണർ മൂലമോ ഒക്കെയുള്ള നമ്മുടെ മുടിക്ക് ഡാമേജുകൾ പലതും വന്നിരിക്കാം. ഈ നാച്ചുറൽ പാക്ക് ഉപയോഗിച്ചാൽ നമുക്ക് അതിൽ നിന്നെല്ലാം രക്ഷ കിട്ടുന്നതാണ്. കൂടാതെ ഉലുവയുടെ ഗുണങ്ങൾ നമ്മളിപ്പോൾ ആരോടും പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. സ്ത്രീകളായാലും പുരുഷന്മാരായാലും നമ്മളിപ്പോൾ ഉലുവ ഡെയിലി കഴിക്കുന്നത് നല്ലതാണ്. സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്ന് നമ്മുടെ മുടിക്ക് നല്ലൊരു റിലാക്സേഷൻ നമ്മുടെ ഉലുവ നൽകുന്നുണ്ട്. ഡാൻഡ്രഫ് കൂടുതലുള്ളവരാണെങ്കിൽ കോമ്പ് ഉപയോഗിച്ച് ആദ്യം തന്നെ താരൻ മുഴുവൻ ഇളക്കി കൊടുക്കണം. അതിനുശേഷം മാത്രം നമ്മൾ ഓയിൽ ഉപയോഗിക്കുക. അതിനുശേഷം പാക്ക് ഇടുക. പാക്ക് നല്ല ജെല്ലി കൺസിസ്റ്റൻസിയിലായതുകൊണ്ട് തന്നെ എളുപ്പം തന്നെ സ്കാൽപ്പിലെല്ലാം അബ്സോർബഡ് ആവുന്നതാണ്. താരൻ മാറുമെന്ന് മാത്രമല്ല, നമുക്ക് താരൻ മൂലം നമ്മുടെ മുടി പൊഴിയുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറി നമുക്ക് പുതിയ മുടികളും വരുന്നതാണ്. ഞാനിവിടെ നന്നായിട്ട് തന്നെ സ്കാൽപ്പിൽ മുഴുവൻ പാക്ക് തേച്ച് കൊടുത്ത് മസാജ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ ദിവസവും പറയുന്നത് പോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ കൂടുതൽ നേരം ഈ പാക്ക് തലയിൽ വെച്ചേക്കുന്നത് നന്നല്ല. ഒരു 10 മിനിറ്റ് ഒക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അത് കഴുകി കളയേണ്ടതാണ്. ഇനിയിപ്പോൾ ഹെൽത്തിന് ഒരു ഇഷ്യൂവും ഇല്ലാത്തവരാണെങ്കിൽ നമ്മളിതൊരു 10-20 മിനിറ്റ് വെച്ച് നന്നായിട്ട് മുടിയിൽ പിടിപ്പിച്ചിട്ട് വേണം നമ്മളിത് വാഷ് ചെയ്ത് കളയാൻ. ഉലുവ അത്യാവശ്യം നല്ല തണുപ്പുള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഈ പാക്ക് തലയിലേക്ക് ഉപയോഗിക്കാൻ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള പാക്ക് മുഴുവൻ ഞാൻ എൻ്റെ സ്കാൽപ്പിലും മുടിയിലുമായിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുടി നന്നായിട്ട് കെട്ടിവെക്കാം. അപ്പോൾ നമ്മൾ താളി നന്നായിട്ട് സ്കാൽപ്പിലും കുറച്ച് മുടിയിലും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അധികം ഞാൻ മുടിയിലാക്കിയിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ പാക്ക് കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ നന്നായിട്ട് സ്കാൽപ്പിൽ തേച്ചിട്ടുണ്ട്. കാരണം സ്കാൽപ്പിൽ അവിടെ ഇവിടെയായിട്ട് ചെറുതായിട്ട് താരം വന്നു തുടങ്ങിയിരുന്നു. 2-3 ദിവസം കൊണ്ട് മുടി നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് പാക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് മുടി വാരിക്കെട്ടി ഒരു 10-20 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ താളി പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഒരു ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വാഷ് ചെയ്ത് കളയാൻ പോവുകയാണ്. പ്രത്യേകിച്ച് വേറെ ഒന്നും തന്നെ ഇനിയില്ല. നമ്മൾ നന്നായിട്ട് നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് മുടി വാഷ് ചെയ്താൽ മതി. നമ്മൾ പ്രത്യേകിച്ച് വേറെ ഷാമ്പുകളൊന്നും ഇന്ന് ഉപയോഗിക്കരുത്. കാരണം നമ്മൾ നല്ലൊരു താളി, ഒരു ഷാമ്പൂവിൻ്റെ എഫക്റ്റ് തരുന്നൊരു താളി തന്നെയാണ് ഉലുവാത്താളി. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിലെ നോയ്സ് ശ്രദ്ധിക്കേണ്ട. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടാന്ന് തോന്നുന്നു. ഇന്ന് അതുങ്ങൾ ഭയങ്കര വഴക്ക്. നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മളിത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി. ഇന്ന് നമുക്ക് വേറൊന്നും തന്നെ ചെയ്യാനില്ല. അപ്പോൾ എല്ലാവരും ഈ പാക്ക് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അസൽ ഉലുവാത്താളിയാണ്. കൂടാതെ നമ്മുടെ ചെമ്പരത്തിപ്പൂവായാലും നമ്മുടെ മുടിക്ക് ഏറെ പ്രയോജനം തരുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ കമൻറ്റിൽ ഫീഡ്ബാക്കും അറിയിക്കണം. അപ്പോൾ നാളെ കാണാം. ടാറ്റാ.